ഇന്ന് നമുക്ക് ഓണത്തിന് നമ്മൾ ഉണ്ടാക്കി വരാറുള്ള പഴംനുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഉച്ചയ്ക്ക് നമുക്ക് ഹെവി ആയിട്ട് ഓണസദ്യ കഴിക്കാനുള്ളതുകൊണ്ടും അടുക്കളയിൽ ഒരുപാട് പണികളൊക്കെ ഉള്ളതുകൊണ്ടും തന്നെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വിഭവമാണ് ഈ ഒരു പഴംനുറുക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പഴംനുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല നാടൻ നേന്ത്രപ്പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുക്കാത്ത പഴവും വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് പഴുത്ത് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പഴവും വേണ്ട കേട്ടോ. ഇതുപോലെ കറുത്ത് തുടങ്ങിയ പഴം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കാനും പറ്റും. പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ പാകത്തിന് പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കും കൂടെ വേണം. ഞാനിപ്പോൾ 4 പഴമല്ലേ എടുത്തിട്ടുള്ളത്. ഇതൊരു 1 കിലോ പഴമുണ്ട്. ഇത് നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഓരോ പഴവും 3 കഷ്ണമായിട്ടാണ് മുറിക്കുന്നത്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കുന്നതോറും പിന്നെ ഇത് വറ്റിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഈ ഒരു പഴം വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയും വെള്ളം മാത്രമായിട്ട് ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു ഇലക്കീറ് കൊണ്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇലയില്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചാലും മതി. നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. എന്തായാലും ഈ ഒരു പഴം വെന്ത് വരാനൊരു 15 മിനിറ്റൊക്കെ എന്തായാലും എടുക്കാം. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റി പോകുകയുള്ളൂ. തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പഴം ഇവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ശർക്കരയും കൂടി ഒന്ന് ഒരുക്കിയെടുക്കാം. ഇത്രയും പഴത്തിലേക്ക് ഒരു 4 ശർക്കരയൊക്കെ മതിയാകുമേ. ഒരു 250 ഗ്രാം ശർക്കര മതിയാകും. പിന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. അതല്ല മധുരം നമുക്ക് അധികം താല്പര്യമില്ലെങ്കിൽ വേണമെങ്കിൽ ശർക്കരൻ്റെ അളവ് കുറച്ചെടുക്കാം. ഞാൻ എന്തായാലും ഒരു 250 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. ഇതൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഉരുകാനുള്ള ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ഇത് നമുക്ക് പഴത്തിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് വറ്റി വരാൻ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്ന് ഉരുകി വരാനുള്ള വെള്ളം മാത്രം. അതവിടെ ഉരുക്കിയിട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും പഴം ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് തുറന്നു നോക്കണേ. വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതാ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിയിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. എന്നാൽ പഴം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴം ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുമ്പോൾ തന്നെ പഴനുറുക്ക് റെഡി ആയിട്ട് വരും. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമുക്കത് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ആക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ അതല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും തേങ്ങയൊക്കെ ചേർത്തിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് രുചികരമാക്കി മാറ്റാമെന്ന് മാത്രം. ഈ ഒരു ശർക്കര പാനി കുറച്ചൊന്ന് തിളച്ച് വറ്റി വരുന്നുണ്ട്. പഴം വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പഴനുറുക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരു 1/4 ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കൻ്റെ ഫ്ലേവർ ഈ ഒരു പഴനുറുക്കിൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പഴം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനി ഈ ഒരു പഴത്തിലേക്ക് പിടിക്കുകയും ചെയ്തോളും. പഴം കുറച്ചും കൂടി ഒന്ന് വേവാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എല്ലാം പഴത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് മയമായിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇപ്പോൾ ഇത്രയും വറ്റിച്ചെടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം കേട്ടോ. ഒരു പിടി തേങ്ങ മതി, ഒരു 1/2 കപ്പ് തേങ്ങയൊക്കെ ഉണ്ടാകും. അപ്പോൾ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചിലർ ഈ തേങ്ങ ചിരകിയതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് കഴിക്കുന്നതും കൂടി ഒന്ന് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത്ര പഴവും അതിൻ്റെ കൂടെ തന്നെ ആ ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് എടുക്കാം. എന്നിട്ടൊരു ഇലയിലേക്ക് വെക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ച് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പപ്പടം വെച്ചിട്ട് പപ്പടം കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പോഴാണ് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസായി ഈ പപ്പടത്തിൻ്റെ ഉപ്പൊക്കെ ചേർന്ന് എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
നമ്മൾ ഈ ഒരു പഴനുറുക്കിൻ്റെ കളർ കണ്ടിട്ട് ഒരുപാട് മധുരമാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പാകത്തിനുള്ള മധുരം തന്നെയായിരുന്നു. പഴം നമ്മൾ ഉടച്ച് കഴിക്കുമ്പോഴേക്കും മധുരമൊക്കെ നമുക്ക് പാകത്തിനുള്ളതായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ ഈ ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആ പപ്പടത്തിൻ്റെ ഉപ്പും കൂടെ ചേരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് പഴനുറുക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ പഴനുറുക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടമാകുമായിരിക്കും. ഇത് നമുക്ക് ഓണത്തിന് മാത്രം ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം ഒന്നും അല്ല കേട്ടോ. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളൂ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.